ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലോങ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. കുറേ നാളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കണം ലോങ് വീഡിയോ ചെയ്യണമെന്ന്. ആദ്യം എന്തോ ഒരു വീഡിയോ ചെയ്തിട്ട് പിന്നെ ഞാൻ അതങ്ങ് ഇതാക്കി കളഞ്ഞ് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പം ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊന്നുമല്ല, ഞാൻ ഇവിടെ കോളേജിൽ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ വേറെ കോളേജിൽ നിന്ന് വീട്ടിലോട്ടല്ലാണ്ട് വേറൊരു സ്ഥലത്തേക്ക് കുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നിൽക്കാന്ന് വെച്ചാൽ നല്ല മറ്റേ ഉല്ലാസയാത്രക്കെന്നല്ല പോകണത്. നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്തിൻ്റെ പോസ്റ്റിംഗ് ഉണ്ട്, ഷിമോഗയിലാണ്. അപ്പോൾ ഞങ്ങൾ നാളെ പോകും. ഒരു 15 ദിവസം അവിടെ ഇരിക്കും സ്റ്റേ. അങ്ങനെ അപ്പം ഇന്ന് പാക്ക് ചെയ്യണം, കുറേ അറേഞ്ച് ചെയ്യേണ്ട അങ്ങനെയൊക്കെ. ഇപ്പോൾ ചോറ് തിന്നാൻ ഞാൻ ചോറ് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ചോറ് കഴിച്ചിട്ട് വന്നിട്ട് ഒതുക്കുള്ളൂ, കാരണം വയ്യ. ഇനിയിപ്പോൾ ചെയ്ത് തുടങ്ങിയതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ചോറ് കഴിച്ചിട്ട് വന്നിട്ട് തുടങ്ങാം. ഇനി ഇതിൻ്റെ മണ്ടേ കയറിയിരുന്ന വേറെ ഒരിടത്തും ഇവിടെ വെട്ടമില്ല, ക്ലിയർ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ട്യൂബിൻ്റെ മുട്ടി വന്നിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് വെട്ടവും ക്ലിയറെങ്കിലും കിട്ടും. അങ്ങനെ വന്നിട്ട് എടുക്കണേ. കാരണം ഈ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറേയും ലോങ് വീഡിയോ അല്ലെങ്കിൽ രാത്രി ഒന്നും വീഡിയോ എടുക്കാതെ ആക്കി മടിച്ചായി പോണത്. സോ ട്യൂബിൻ്റെ മുട്ടി വന്നിരുന്നാലും വേണ്ടില്ല, സാരമില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ല ഗൈസ്, നിങ്ങൾക്ക് വിശന്നിട്ട് വയ്യത്തുകൊണ്ട് ഞാൻ ഇവിടെ അരിമാവും പഴവും കൂടെ ഞാൻ വിട്ടിട്ട് എല്ലാവർക്കും കൊടുക്കും. ഇവിടെ ഓരോരുത്തർ പാക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. ഇതെങ്ങനെ ശാലിട്ടത് ഞാൻ നോക്കിയിട്ട് തലയില്ല. വേറെ ചിലർ ഒരു പണിയില്ലാതെ ഫോൺ വിളിച്ചിട്ടുണ്ട്. വേറെ ചിലരും അവിടെ പണി എടുക്കാണ്ട് ചുമ്മാ ഇരിക്കുന്നു. എനിക്കിത് വാരി കൊടുത്ത് തീർത്തിട്ട് വേണം എനിക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങാൻ. എൻജോയ്റ്റുള്ളൂ ഒരാൾക്ക് 5 എണ്ണം അങ്ങനെയല്ലേ പെട്ടി മണ്ടേന്ന് എടുക്കണേ നമ്മള്. തെത്തൊക്കെ പീസായിട്ട് വരും. ഡിക്ഷണറി എടുക്കണം. ഡിക്ഷണറി ഏറ്റതല്ലേ അതാ. ഞാൻ പോരാടി പുറത്തേക്ക് ഇറങ്ങും. ഏത് ഒരാളതേ നിന്റെ തന്നുള്ളൂ, ബാക്കി ഇവിടെ ഇരിക്കുന്നു. ഗൈസ്, ഇത്രയും പണി ഇവിടെ ഉണ്ടായിട്ട് പാക്ക് ചെയ്യാൻ വരെ മടിയായിട്ടിരുന്ന് ബാംഗ്ലൂരുണ്ട്. അമ്മയ്ക്ക് പ്രാണവേന മക്കൾ വീണവേന്ന് പറഞ്ഞു നടക്കണം അവള്. എത്ര സമയമില്ലെന്ന നേരത്തും പേൻ കൊല്ലണം കുട്ടിക്ക്. എന്തിന് പേൻ കൊല്ലണം? ഗൈസ്, നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ എടുക്കാൻ ഇങ്ങനെയുള്ള കുറെ എണ്ണം ദോച്ചിര വണ്ടേക്ക് അറിയുന്നു. എന്തിനു പോയി ഫോട്ടോ എടുക്കാൻ പോയ? ഗൈസ്, റെഡി ആവൂ. അല്ല, ബാഗ് പാക്ക് ചെയ്യോ? പോയി ബാഗ് പാക്ക് ചെയ്യടി. മടി തീരെ ഇല്ലാത്തൊരു കുട്ടി ഇവിടെ ഉണ്ടല്ലോ. ക്യാമറ ഞാൻ പാക്ക് ചെയ്യാൻ പോകും. അശ്വനിയാണ് കാരണമാണ്. അശ്വനി കാരണമാണ്. ഇപ്പൊ സൗണ്ടത്തിന് പറഞ്ഞു അഞ്ചാറ് ഉടുപ്പിട്ടാണ്. പെൽവിക് ബോണ്ട് താഴെ അല്ലാത്തത് കൊണ്ട് ഉടുപ്പ് റിജക്ട്. പാറ്റുകളൊക്കെ ഒന്ന് തുടങ്ങി. ഞാന് പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാണാൻ ഗൈസ്, നമ്മള് ഗോഡൌണിൽ നിന്ന് തുണിയെല്ലാം വലിച്ചു വാരിയത്. ഈ തോർത്തൊന്നും വേണ്ട, വേറെ ചഫൽ ഉണ്ട്. ചഫൽ അത് തുറക്കട്ടെ. ദാറ്റ് ഈസ് മേക്കപ്പ് ബ്രഷ്. അതെല്ലാം പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാ നീ അത് ഉപയോഗിക്കണേ? അത് വാഷ്, അത് മുഖത്ത് ഇടല്ലേ, ചത്തു പോകും. കൊറേ കാലായി കഴുകിയിട്ടൊക്കെ എടുക്കണം. കമ്പനിയാണ് അശ്വിനി. എടി നോക്ക്, വേറെ എന്റെ അമ്മ കാണൂലേ? അമ്മനെ അത്ര അന്നത്തെ കണക്ക് നീലൊക്കെ അന്ന് കോമഡി. എടി വാടി, ഇതിലെന്തടി? ഇതെന്താ മറ്റേ ഇവളുടെ ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. എവിടെ തിരി താഴോട്ടില്ലേ വെള്ളപ്പൊക്കോ? താരയില്ല, പെൽവിക്കിന്റെ താഴെ ഉണ്ടല്ലോ. പിന്നെ മറ്റേ 2 ഇഞ്ചുള്ളവളെ ഉടുപ്പ് 5-6 ഇഞ്ചുള്ളവളെ ഇട്ട് അങ്ങനെ ഇല്ലേ? ഓൾ ദ സ്റ്റാർസ് ആർ
രണ്ടെണ്ണം ഒരേ കണക്കത്ത്. നീയും നിന്റെ അടുത്ത് ഒരാളെ തൂങ്ങിയിരിക്കണം പാപ്പ അല്ലേ കണ്ട. അവള് പണിയെടുക്കാതോട്ടിരിക്കുന്നു. ഞാൻ സീരിയസ് ആയിട്ട് ഒതുക്കാൻ പോവാണ് ഗൈസ്. പാന്റ് ഒന്നും ഇനി ഒരു ഇപ്പൊ 11 മണിയാകുമ്പോ ഇവിടെ ലൈറ്റ് അണയ്ക്കും. നമ്മളെല്ലാരും പാക്ക് ചെയ്തിട്ട് ഒരെണ്ണം ഇവിടെ അത് പാവം 8 മണി ഇട്ടാണ്ട് ഒരുങ്ങാൻ തുടങ്ങി. ഇതുവരെ തീർന്നില്ല. നമ്മളിപ്പൊ തുടങ്ങിയില്ല. അശ്വിനി പണിയുണ്ട്. അശ്വിനി ഇത് മടക്ക് അഹങ്കാരി എല്ലാം വലിച്ചു വരിട്ട് പാക്ക് ചെയ്യട്ടെ. ഞാൻ ഇതൊക്കെ മടക്കാൻ തുടങ്ങിയാണ്. നമ്മൾ മടക്കട്ടെ. വെട്ടയില്ല. മടിച്ചായ ഒരുത്തി ഡ്രസ്സെങ്കിലും ഇട്ട് നോക്കി. സൈലൻസ്. മടിച്ച് ഒരു ഉടുപ്പിട്ട് നോക്കിയിട്ടുണ്ട് ഗൈസ്. എല്ലാം മണ്ടയിൽ കൂടെ ഇട്ടാണ്. അതട് ഇത് മതി. എന്നാ വൃത്തിയുണ്ട്. മറ്റൊരു നരച്ച ഉടുപ്പ്. അവിടെ പോകുമ്പോഴത്തേക്കും ഇതൊക്കെ വേണ്ടേ. ഡിഗ്നിറ്റി. വീട്ടിൽ നിൽക്കുമ്പോഴും നമുക്ക് ഡിഗ്നിറ്റി ആണ്. ദോ പോണ് പെയിന്റ് പഠിപ്പിച്ചതിന്റെ തലേവി പോണ് ഗൈസ്. ഞാനങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ ഒരുവിധം മടക്കി വെച്ചിട്ടുണ്ട്. നാളെ എടുക്കള ഇത്രയൊക്കെ മതി. അവിടെ ഒരു 2-3 ജോഡി വീട്ടിയിടുക. പിന്നെ അല്ലാത്തത് ടവല് പിന്നെ അങ്ങനെ 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 ഇവിടെ എല്ലാം കൂടെ പറക്കി വാരി വലിച്ച് പിച്ചക്കാരികളെ കണക്ക് കുറെ എണ്ണം. ഷൂ ഒക്കെ എടുക്കണേ. എനിക്ക് ഇഷ്ടമില്ലാത്ത ബാഗില് ഫയലൊക്കെ ഇനി എടുത്ത് വെക്കണ്ടേ. അതാ ബാഗിന് വരണത് ഉണ്ട്. പക്ഷെ ഞാനും കേട്ടിട്ടുണ്ട്. ഞാൻ ഓണാക്കിയേ. അയ്യോ ജീൻസ് എടുത്ത് വെച്ചാൽ ഇതെവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ ഇതൊക്കെ പെൽവിക്കിന്റെ മോളിൽ മടക്കി വെച്ച് അങ്ങോട്ട് വാങ്ങിനൊക്കെ ഇട്ടിരിക്കാതെ. അവള് എല്ലായിടത്തും കോൺ കണ്ണിയാണ്. ഇത് ലൈറ്റ് അവിടെ ഒരുമാതിരി പുക അടിച്ചാണ് ഇരിക്കുന്നത്. കഷ്ട പണി ചെയ്യുകയാണ് ഗൈസ്. ഓൾമോസ്റ്റ് എല്ലാ സാധനം എടുത്ത് വെച്ചു. പക്ഷെ ഇനി യൂണിഫോം ഉണ്ട്, ഷൂ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനമൊക്കെ ഉണ്ട്. അതെടുത്ത് വെക്കണം. പിന്നെ എനിക്കൊരു സ്ഥലം വരെ പോകണം. ഞാൻ പോയിട്ട് വന്നിട്ട് അതൊക്കെ ചെയ്യും. തേപ്പ് കാരി അശ്വനിയോടെ ഇപ്പം ക്യാമറമാൻ നീതു. രോഗി അതം പതിച്ചു ഗൈസ്. രോഗിക്ക് വയറുവേനയായി. അയ്യോ ഒരു ലോഡ് തോന്നിരിക്കുന്നു ഗൈസ്. ഞങ്ങളെ പാക്കിംഗ് ഒക്കെ ഒരുവിധം ഓവറായി. നട്ടപാതിരാത്രിയായി. ഒരിക്കലും തേക്കണേ ഉള്ളൂ. ഇനി അതും കൂടെ ഉള്ളൂ ബാക്കി. കഴിഞ്ഞിട്ട് ഞങ്ങൾ എനിക്കിനി പാക്ക് ചെയ്യാൻ വയ്യ. എനിക്ക് ഉറക്കമാണ്. ഞാൻ ഉറങ്ങും. നിങ്ങൾ മടക്കി വയ്യ. ഐ കാൺട്ട്. എൻ്റെ ഉറക്കം കളയാൻ പറ്റും. ഉറക്കം പറയണേ. അപ്പൊ ഇനി ബാക്കിയൊക്കെ നാളെ രാവിലെ പാക്ക് ചെയ്യും. എനിക്ക് വയ്ക്കാം. വീണ്ടും രാവിലെ വെച്ച് റീപാക്ക് ചെയ്യണേന്ന് നിങ്ങൾ ഈ കാണുന്നത്. എത്ര പാക്ക് ചെയ്താലും കുട്ടിക്ക് മതിയാകും. വേറൊരാൾ കുത്തി കയറ്റിയാണ്. ഞാൻ പാക്ക് ചെയ്തു. നല്ല കുട്ടിയാണ്. ശാലു ആ എണ്ണ എടുത്തു പോയി. ആ എണ്ണ എടുത്തു പോയി. ഞങ്ങൾ അച്ചാറാണ്. ഞങ്ങൾക്ക് 2 ആഴ്ച സർവൈവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചിരുന്ന മീനച്ചാർ അശ്വിനിന്റെ. അതൊക്കെ അതിന് രാവിലെ വെച്ച് ഞാൻ കുളിച്ച്. പക്ഷെ എനിക്കൊന്ന് ചെയ്യാൻ വയ്യ. ഭയങ്കര മടിയില്ലാത്ത അശ്വിനി പണിയാണ്. ഇന്നലെ രാത്രി ഭയങ്കര മഴയായിട്ടുണ്ട്. മഴയൊക്കെ പോയി വെയിൽ വന്നു. നമ്മള് പാക്കിംഗ് അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി എനിക്ക് ഈ കുഞ്ഞിൻ്റെ ഹാൻഡ് ബാഗിൽ കുറച്ച് സാധനം വെക്കില്ല. ചാർജർ, ഹെഡ്സെറ്റ്, അങ്ങനത്തെ കുറച്ച് ചവർ സാധനങ്ങൾ.
അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കഴിയും. പിന്നെ നിങ്ങൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ചോറ് തന്നിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് വെക്കണം. മടിച്ച് പാക്ക് ചെയ്ത് തീർന്നില്ലേ? മടിച്ചിക്ക് ഇനിയുണ്ട്, മടിച്ച് തിരിച്ച്. ഓക്കെ, ഞാൻ നേരത്തെ ചെയ്തു. നല്ല കൊച്ചൻ ഈ കുപ്പിയൊക്കെ എടുത്തേക്കണം. ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി പാക്കൊന്നും ചെയ്യാനില്ല. ഇനി ആകെ ഉള്ളൊരു പണിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഞാൻ പറഞ്ഞത് ഹാൻഡ് ബാഗിലൊക്കെയുള്ള കുറച്ച് സാധനം എടുത്ത് വെക്കണം. വാട്ടർ ബോട്ടിൽ, പ്ലേറ്റൊക്കെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് അതൊന്ന് എടുത്ത് വെക്കണം. പിന്നെന്താ, പിന്നെ അതോടുകൂടി നമ്മൾ ഈ ഒരു വ്ളോഗ് അവസാനിക്കും. ഇനി അടുത്ത് ഞാൻ ഇവിടെ നിന്ന് പിന്നെ റെഡി ആവണത് ഞാൻ മാത്രമല്ല, എല്ലാവരുടെയും ഗെറ്റ് റെഡി വിത്ത് മീ കാണും നോക്കി. അതും പിന്നെ ഇറങ്ങണത്, ട്രെയിനിൽ ഉള്ള ട്രാവൽ, എല്ലാ സംഭവവും അടുത്ത ലോങ് വീഡിയോ ആയിട്ട് വരും കേട്ടോ. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ടല്ല, ഞാൻ അല്ലാതെ ഒരു വീഡിയോ ആയിട്ട് ഇടും. പോകുന്ന അതും അവിടെ ചെന്നിട്ടൊക്കെ എങ്ങനെയാണത് ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് അല്ലെങ്കിലും ജസ്റ്റ് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ചെറിയൊരു സന്തോഷം. അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. കാരണം ഞങ്ങൾ പോകേണ്ട എല്ലാം ഞങ്ങൾ മറ്റില്ല 3G അവസ്ഥയാണ്. ഇവിടെ വന്നിട്ട് കണ്ടില്ലേ. ചിലപ്പം മേ ബി ഇവിടുത്തെ കാര്യം ചിലപ്പം ഭേദമായിരിക്കാം, ചിലപ്പോൾ ഇതിനെക്കാളും വെറും ഇതാവസ്ഥയായിരിക്കും. അറിഞ്ഞൂടാ, പോയി നോക്കണം. പക്ഷേ കുഴപ്പമില്ല, ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. ഇന്നത്തെ വ്ളോഗ് അങ്ങനെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.